ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ എല്ലാം മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ NTPC എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് അല്ലേ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ 1 മന്ത് കൊണ്ട് NTPC സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ബാച്ചിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഫൈനൽ ലാബ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ NTPC അവസാന സമയം പ്രിപ്പയർ ചെയ്യാനിരിക്കുന്ന കുട്ടികൾ എങ്ങനെ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടി ഒരു ഫൈനൽ ലാബ് സ്ട്രാറ്റജി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 എപ്പിസോഡുകളിലായിട്ട് 2 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്, നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങൾ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. 3 രത്നാസ് ഫോർ യുവർ സക്സസ്. എന്താണത്? 1, മുൻകാല ചോദ്യങ്ങളെ നല്ല രീതിയിൽ അനാലിസിസ് നടത്തണം. NTPCക്ക് നിങ്ങൾ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ തന്നെയാണോ ALPക്ക് പഠിക്കേണ്ടത്? അത് തന്നെയാണോ ഗ്രൂപ്പ് ഡിക്ക് പഠിക്കേണ്ടത്? അത് തന്നെയാണോ ജൂനിയർ എഞ്ചിനീയറിനും ടെക്നീഷ്യനും പഠിക്കേണ്ടത്? ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചിലപ്പോൾ ഈ പാഠഭാഗങ്ങളായിരിക്കില്ല RPF SIക്ക് ചോദിക്കുന്നുണ്ടായിരിക്കുക, RPF കോൺസ്റ്റബിളിന് ഇപ്പോൾ വേറെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഓരോ എക്സാമിനും ആ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് എത്രത്തോളം നിലവാരമുള്ളതാണ്, അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള സിലബസ് എന്ന് പറയുന്നത് എന്താണ്? നോട്ടിഫിക്കേഷനകത്തുള്ള സിലബസ് നിങ്ങൾ എന്ത് ചെയ്യുക? തള്ളിക്കളയുക. നോട്ടിഫിക്കേഷനകത്ത് നിങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതും വെച്ച് നിങ്ങൾ എങ്ങനെ പഠിക്കും? അപ്പോൾ അവിടെ നിങ്ങളുടെ മുന്നിലുള്ള സിലബസ് എന്ന് പറയുന്നത് എന്താണ്? മുൻകാല ചോദ്യങ്ങളാണ്. അപ്പോൾ മുൻകാല ചോദ്യങ്ങളുടെ ഒരു അനാലിസിസ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. 2, നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടന്റുകൾ റിവൈസ് ചെയ്യണം അല്ലെ? ഇപ്പൊ മുൻകാല ചോദ്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് പൊളിറ്റിയിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിലോ അത് ശരിയാണോ? അല്ല. അപ്പോൾ മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഹോട്ട് ആയിട്ടുള്ള ടോപ്പിക്സ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മനസ്സിലാക്കി അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്തെടുക്കണം. ഇതുകൊണ്ട് തീർന്നോ? ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും കുട്ടികളടുത്ത് സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് എന്ത്? മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെ? പരീക്ഷയ്ക്ക് നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ പോകുന്നത് ആ പരീക്ഷയുടെ അല്ലെങ്കിൽ ആ പരീക്ഷയുടെ ടൈമും അതിന്റെ ഒരു സിലബസ് കമ്പാരിസൺ ഒക്കെ വെച്ചുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെ? അപ്പൊ ഈ 3 കാര്യങ്ങൾ അടങ്ങുന്നതാണ് നിങ്ങളുടെ സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ വിജയ മന്ത്രം. ഇത് 3 കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് NTPC ടയർ 1ഉം ടയർ 2 ഒക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ NTPC സൂപ്പർ ബാച്ചിന്റെ പ്രത്യേകത. NTPC സൂപ്പർ ബാച്ചിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളും ടെസ്റ്റ് സീരീസുകളും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ റിവിഷന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ട് ടോപ്പിക്കുകൾ PYQ അനാലിസിസ് നടത്തി ഹോട്ട് ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് ആ ഭാഗങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് അതിൽ നിന്നും ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? റിവിഷൻ ക്ലാസ്സുകൾ മാത്രം നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. റിവിഷൻ ക്ലാസ്സുകൾ മാത്രം 60-ൽ പരം മണിക്കൂറുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർന്നോ? ഇല്ല. നമ്മുടെ ക്ലാസ് NTPC ഡ്രീം ബാച്ച് 1.0യും ഡ്രീം ബാച്ച് 2.0യും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകൾ ടയർ 1 കഴിയുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ആക്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ റിവിഷൻ ക്ലാസ്സിൽ നിങ്ങളൊരു ടോപ്പിക് കണ്ടു, ആ ടോപ്പിക് റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ പഠിച്ചു, പക്ഷെ കൺസെപ്റ്റ് ക്ലാരിറ്റി വന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ NTPC ടയർ 1 എക്സാം കഴിയുന്നത് വരെ നമ്മുടെ ഫുൾ കോഴ്സ് 300-ൽ പരം മണിക്കൂറുകളുള്ള നമ്മുടെ പ്രീമിയം പ്രീ റെക്കോർഡഡ് കോഴ്സ് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ പോയി ആ പർട്ടിക്കുലർ ടോപ്പിക് എടുത്ത് വെച്ച് കണ്ട് എന്ത് ചെയ്യാം? നിങ്ങളുടെ സംശയം ദൂരീകരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ റിവിഷൻ ക്ലാസ്സുകളിൽ ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുകയാണ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുകയാണ്. മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും സിക്കിസം അല്ലെങ്കിൽ നമ്മളെ ഈ പറഞ്ഞ പോലെ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട്. അപ്പോൾ റിവിഷൻ ക്ലാസ്സുകളിൽ അതനുസരിച്ചിട്ടുള്ള ഒരു പ്രയോറിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ആ പാഠഭാഗത്തിന് കൊടുക്കുകയുള്ളൂ. പക്ഷെ സിക്കിസത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മളെ ഈ ആക്സസ് നിങ്ങൾക്ക് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒറിജിനൽ കോഴ്സിൽ പോയി ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോവാം, കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക്. ഓക്കെ, അതാണ് NTPC സൂപ്പർ ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുകൊണ്ട് തീർന്നോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ, അപ്പൊ അതിനുവേണ്ടി NTPC സൂപ്പർ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്താ? 100-ൽ പരം പ്രാക്ടീസ് ടെസ്റ്റുകൾ മാത്രമാണ് റെയിൽവേ എക്സാംസിന് വേണ്ടി നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത്. പ്രാക്ടീസ് ടെസ്റ്റുകൾ 100-ൽ പരം പ്രാക്ടീസ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ട്. അതിൽ പോരാഞ്ഞിട്ട് 50ഓളം ടെസ്റ്റുകൾ ഡെഡിക്കേറ്റഡ് ഫോർ RRB NTPCയുടെ പ്രത്യേക പാറ്റേൺ പരിഗണിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, 30 മാർക്ക് മാത്സ്, 30 മാർക്ക് റീസണിങ്, 40 മാർക്ക് ജനറൽ അവയർനെസ്. ഇതാണ്
ടയർ 1ന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ പാറ്റേൺ, ആ വെയിറ്റേജ്, ആ ടൈം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് NTPC മാത്രം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള 50ഓളം ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതിൽ തന്നെ 26 സബ്ജക്ട് ടെസ്റ്റുകൾ, 14 ഫുൾ ടെസ്റ്റുകൾ, 10 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. ഇതും സൂപ്പർ ബാച്ചിന്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതാണ് NTPC സൂപ്പർ ബാച്ചിന്റെ പ്രത്യേകത. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിനകത്ത് റിവിഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. കാരണം നിങ്ങൾക്കറിയാം എക്സാമിന് നിങ്ങളുടെ മുന്നിൽ ഇത്ര സമയമേ ഉള്ളൂ. ഈ സമയം കൊണ്ട് 300ൽ പരം പ്രീമിയം പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് ആക്സസ് തന്നതുകൊണ്ട് കാര്യമുണ്ടോ? കാരണം അത്രയും ക്ലാസ്സുകൾ കണ്ടു തീർക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ടോ? അവിടെയാണ് റിവിഷൻ ക്ലാസ്സുകളുടെ ഇമ്പോർട്ടൻസ്. ഈ റിവിഷൻ ക്ലാസ്സുകൾ എങ്ങനെ യൂസ്ഫുൾ ആക്കണം എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോംപ്രിഹെൻസീവ് റിവിഷൻ മാരത്തോൺസ് സൂപ്പർ ടെസ്റ്റ് സീരീസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിനകത്ത് PYQ അനാലിസിസ് നമ്മൾ നടത്തുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ കണ്ടന്റുകൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്, അല്ലെ, മാറി വരുന്ന കോമ്പറ്റീഷൻസ് മനസ്സിലാക്കിക്കൊണ്ട്, കോമ്പറ്റീഷൻ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുന്നു, അല്ലെ, കട്ട് ഓഫുകൾ കൂടാനുള്ള സാധ്യത വരുന്നു. അപ്പൊ ആ രീതിയിൽ ക്വസ്റ്റ്യൻസിന്റെ ടഫ്നെസ് ഇനി എത്രത്തോളം വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിനെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള റിവിഷൻ മാരത്തോൺസ് ആണ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കോംപ്രിഹെൻസീവ് റിവിഷൻ മാരത്തോൺസിന്റെ പ്രത്യേകത ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. NTPC എക്സ്ക്ലൂസീവ് റിവിഷൻ ക്ലാസ്സുകളായിരിക്കും, NTPC ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സുകളായിരിക്കും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിൽ ഏറ്റവും ആദ്യത്തെ ടോപ്പിക് ഇതാ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. PYQ അനാലിസിസ്, മുൻകാല ചോദ്യങ്ങൾ അടിസ്ഥാനമായി. ഇപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് മെഡീവൽ ഇന്ത്യയുടെ ഒരു അനാലിസിസ് ആണ്. മെഡീവൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ ചുവപ്പ് കളറിലും അല്ലാത്ത തന്നെ ബ്ലാക്ക് കളറിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിക്കൊണ്ടായിരിക്കും നമ്മൾ റിവിഷൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കുക. കഴിഞ്ഞോ? ഇല്ല. ആ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തി അതിനകത്ത് ഹോട്ട് ടോപ്പിക്സ് തന്ന് ആ ഹോട്ട് ടോപ്പിക്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കുക. ആൻഡ് അതിന്റെ കൂടെ എന്തുണ്ടായിരിക്കും? എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഈ ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ 13 ചോദ്യമാണ് ഓൾ ടുഗദർ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക് കാണേണ്ടവർ, പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നേരെ മറിച്ച് ഡൽഹി സുൽത്താനേറ്റ്, വിജയനഗര, അതുപോലെ തന്നെ മുഗൾ പീരീഡിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ പച്ച കളറിന്റെ സ്ഥാനത്ത് അവിടെ എന്ത് കളർ വരും? അവിടെ ചുവപ്പ് കളർ വരും. അപ്പൊ അത്തരത്തില് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യാം, ഹോട്ട് ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ടോപ്പിക് 2 അപ്പൊ ഡൽഹി സുൽത്താൻ എന്ന് പറയുന്ന ഒരു ഹോട്ട് ടോപ്പിക് ആണ് നിങ്ങൾ മനസ്സിലാക്കി. ഡൽഹി സുൽത്താനേറ്റിന്റെ ഈ റിവിഷൻ ക്ലാസ് മാത്രം പോരാ, എനിക്ക് കുറച്ചുകൂടെ ക്ലാസ്സുകൾ കാണണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടയർ 1 കഴിയുന്നത് വരെ 300ൽ പരം മണിക്കൂറുകളുള്ള നമ്മുടെ പ്രീമിയം പ്രീ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തായിരിക്കും? ആക്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയി ഡൽഹി സുൽത്താനേറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യാം? കാണാവുന്നതാണ്. ഈ ഓരോ ടോപ്പിക്കിനെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാണാവുന്നതാണ്. ഇതുകൊണ്ട് തീർന്നോ? ഇല്ല. എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്, അല്ലെ, സ്കോർ പോയിന്റ് എന്ന് അടിസ്ഥാനമാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളവയെ ഈ രീതിയിലും ക്വസ്റ്റ്യന്റെ ഫോർമാറ്റിലാക്കിയിട്ടും നമ്മൾ ഈ പറയുന്ന റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. നമ്മുടെ ക്ലാസ്സിന്റെ കണ്ടന്റിന്റെ ക്വാളിറ്റി ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. നിങ്ങൾ PWF പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷനും RWF റിവിഷൻ വിത്ത് ഫാക്കൽറ്റി സെഷനും ഡീകോഡിംഗ് NCERT സീരീസ് തുടങ്ങിയ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സീരീസുകളൊക്കെ കണ്ടിട്ടുള്ള കുട്ടികൾക്ക് അറിയാം. അപ്പൊ ആ രീതിയിൽ അത്ര കണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ ഫാക്കൽറ്റിയും പണിയെടുത്തുണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ NTPC എക്സ്ക്ലൂസീവ് റിവിഷൻ ബാച്ച് അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കോംപ്രിഹെൻസീവ് മാരത്തോൺസിന്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പുറമെ നിങ്ങൾക്ക് 300ൽ പരം മണിക്കൂറുകൾ അടങ്ങുന്ന നമ്മുടെ പ്രീമിയം പ്രീ റെക്കോർഡഡ് ക്ലാസ്സിനും ആക്സസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അപ്പോൾ 3 രത്നാസ് ഫോർ യുവർ സക്സസിലെ PYQ അനാലിസിസും കണ്ടന്റ് റിവിഷനും നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റുകൾ, അത് അങ്ങേയറ്റം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സൂപ്പർ ടെസ്റ്റ്, ഈ സൂപ്പർ ബാച്ചിന്റെ ഭാഗമായിട്ട് പല കുട്ടികൾക്കും ഞങ്ങൾക്ക് ടെസ്റ്റ് മാത്രം മതി എന്ന് പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ടെസ്റ്റ് സീരീസിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 100ൽ പരം പ്രാക്ടീസ് ടെസ്റ്റുകൾ റെയിൽവേ എക്സാംസിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. അതിന് പുറമെ 50ഓളം ടെസ്റ്റുകൾ NTPC എക്സാമിന് അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ 26ഓളം പാർട്ട് ടെസ്റ്റുകളും 14 സബ്ജക്ട് ടെസ്റ്റുകളും 10ഓളം ഫുൾ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മുടെ സൂപ്പർ ബാച്ചിന്റെ പ്രത്യേകതകളാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇതുകൊണ്ട് തീർന്നോ? ഇല്ല. സ്കോറിന്റെ ആഡ് ഓണുകളായിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ, കറണ്ട് അഫയർ കമ്പൈലേഷൻസ്, സ്കോർ ക്യൂ കാർഡ്സ്, ഇതും നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ സ്കോർ ടീമിന്റെ യൂട്യൂബ് ചാനൽ, ടെലഗ്രാം ചാനൽ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള മെറ്റീരിയലൊക്കെ കിട്ടുന്നതാണ്. കോഴ്സ് എടുക്കുന്ന കുട്ടികൾക്കും അല്ലാത്ത കുട്ടികൾക്കും നമ്മൾ ഈ ആഡ് ഓൺസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നമ്മുടെ സ്കോർ ടീമിന്റെ പുതിയ സൂപ്പർ ബാച്ചിനെ പറ്റിയിട്ട്, NTPC സൂപ്പർ ബാച്ചിനെ പറ്റി പറയാനുള്ളത്. ഈ പറയുന്ന ഇനി വരാനിരിക്കുന്ന ഈ ഒരു മാസം
നമ്മുടെ ഈ ടീമിന്റെ കൂടെ, സ്കോർ ടീമിന്റെ കൂടെ കൃത്യമായിട്ട് ഈ പറയുന്ന രീതിയിൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NTPC അടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.